ബ്രസീൽ നാഷണൽ ടീം ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളാണ് സ്കൊളാരി എന്ന് വിളിപ്പേരുള്ള ലൂയി ഫിലിപ്പെ സ്കൊളാരി. ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുത്ത അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയുടെ പരിശീലകൻ കൂടിയായിരുന്നു. യൂറോപ്പിലെ വൻ ശക്തികളിൽ ഒന്നായ പോർച്ചുഗലിനെ പരിശീലിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് തങ്ങളുടെ മാനേജീരിയൽ കരിയറിൽ താങ്കൾക്ക് എന്തെങ്കിലും മിസ് ചെയ്തതായി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇതിഹാസ താരങ്ങളായ റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, ഫിഗോ, റൊണാൾഡോ, റോബർട്ടോ കാർലോസ്, കഫു, ക്രിസ്ത്യാനോ റൊണാൾഡോ, അങ്ങനെ നിരവധി താരങ്ങളെ എനിക്ക് പരിശീലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു നഷ്ടമായി തോന്നുന്നത് അത് ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ്. മെസ്സിയെ പരിശീലിപ്പിക്കുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതൊരിക്കൽ പോലും സാധിച്ചിട്ടില്ല. എൻ്റെ ടീമിൽ അദ്ദേഹത്തിന് ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കാൻ സാധിക്കും. കാരണം അത്രയ്ക്കും ഇൻ്റലിജൻ്റാണ് അദ്ദേഹം. കളത്തിലിറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് മെസ്സിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. കാരണം നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം ഗ്രൗണ്ടിൽ ചെയ്ത് കാണിക്കും. അത്രയും മികച്ച പ്ലെയറാണ് അദ്ദേഹം. ബ്രസീൽ എന്ന രാജ്യത്താണ് ലയണൽ മെസ്സി ജനിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം 45 വയസ്സ് വരെ നാഷണൽ ടീമിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നത് 2026 ലയണൽ മെസ്സി അർജൻറ്റീന ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പ് കളിക്കുമെന്ന് തന്നെയാണ്. അദ്ദേഹം 2026 എതിർ ടീമുകളെ അലോസരപ്പെടുത്താൻ എതിർ ടീമുകളുടെ പേടി സ്വപ്നമായി അർജൻറ്റീന ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അർജൻറ്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ അർജൻറ്റീന ടീമിൽ ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തുമെന്നും ലയണൽ മെസ്സി അർജൻറ്റീന നാഷണൽ ടീമിൽ വഹിക്കുന്ന റോൾ എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നുമാണ് സ്കൊളാരി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്.